നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇനി പറയാൻ പോകുന്നത് ഒരു വിവാഹ തട്ടിപ്പിന്റെ കഥയാണ്. ഇപ്പോൾ ഈ തട്ടിപ്പ് വീരൻ പോലീസ് പിടിയിലാണ്. രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായതോടെയാണ് ഈ തട്ടിപ്പ് വീരൻ പോലീസിന്റെ പിടിയിലായത്. അനാഥനാണ്, വിവാഹം കഴിച്ചാൽ ഒറ്റപ്പെടുന്നതിന്റെ വേദന മാറും തുടങ്ങിയ മുതലക്കണ്ണീരിൽ വിവാഹ തട്ടിപ്പ് വീരൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവാഹം കഴിച്ചത് 4 പേരെയാണ്. ഒടുവിൽ രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായതോടെ തട്ടിപ്പ് വീരന്റെ കള്ളത്തരം പൊളിയുകയായിരുന്നു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ 35-കാരനായ ദീപു ഫിലിപ്പാണ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായത്. ഭാര്യമാരുടെ പരാതിയിൽ കോന്നി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അനാഥനാണെന്നും ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നതിന്റെ വേദനയിലാണെന്നും പറഞ്ഞായിരുന്നു യുവതികളുമായി ദീപു അടുപ്പം സ്ഥാപിച്ചിരുന്നത്. കണ്ണീർ കഥ കേട്ട് സഹതാപം തോന്നുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുകയും പിന്നീട് ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി മുങ്ങുന്നതുമായിരുന്നു ഈ തട്ടിപ്പ് വീരന്റെ പതിവ്. ഈ ബന്ധങ്ങളിൽ ജനിക്കുന്ന കുട്ടികളെ ഉൾപ്പെടെ ഇയാൾ ഉപേക്ഷിച്ചിരുന്നു. 10 കൊല്ലം മുമ്പാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിനിയെ ദീപു കല്യാണം കഴിച്ചത്. ഇതായിരുന്നു വിവാഹ തട്ടിപ്പിന്റെ തുടക്കം. ഈ ബന്ധത്തിൽ ഇയാൾക്ക് 2 കുട്ടികളുമുണ്ട്. തുടർന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കിയ ശേഷം ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് ദീപു മുങ്ങി. പിന്നീട് കാസർഗോഡ് തന്നെയുള്ള മറ്റൊരു യുവതിയുമായി തമിഴ്നാട്ടിലേക്ക് കടക്കുകയും അവിടെ കുറെ കാലം ഒരുമിച്ച് താമസിച്ച ശേഷം സ്ഥലം വിടുകയും ചെയ്തു. പിന്നീട് എറണാകുളത്തെത്തിയ ദീപു അവിടെ മറ്റൊരു സ്ത്രീയുമായി അടുത്തു. കുറച്ചുനാൾ അവരുമൊത്ത് കഴിഞ്ഞപ്പോഴാണ് ഫേസ്ബുക്കിലൂടെ ആലപ്പുഴ സ്വദേശിനിയെ പരിചയപ്പെട്ടത്. വിവാഹമോചിതയായ ഇവരായിരുന്നു ദീപുവിന്റെ അടുത്ത ഇര. ഇവരെ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി രണ്ടാമത്തെ ഭാര്യ ദീപുവിന്റെ നിലവിലെ ഭാര്യയായ ആലപ്പുഴ സ്വദേശിനിയുടെ ഫേസ്ബുക്ക് സുഹൃത്തായത്. അപ്പോഴാണ് തന്റെ മുൻ ഭർത്താവിനൊപ്പമുള്ള ഇവരുടെ ചിത്രങ്ങൾ യുവതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. ഇതോടെ രണ്ടാം ഭാര്യ ദീപുവിന്റെ കള്ളക്കളികൾ ആലപ്പുഴ സ്വദേശിനിക്ക് വിശദീകരിച്ചു കൊടുത്തു. മുൻപുണ്ടായ ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ ദീപുവിന് ഇൻഷുറൻസ് തുകയായ 3.5 ലക്ഷം രൂപ കിട്ടിയപ്പോൾ തന്നോടുള്ള താല്പര്യം കുറഞ്ഞതായും ഉപേക്ഷിച്ച് കടക്കാൻ പോകുന്നുവെന്നും ഇതിനിടെ ആലപ്പുഴ സ്വദേശിനിക്ക് തോന്നിയിരുന്നു. തുടർന്നാണ് ഇവർ പരാതിയുമായി കോന്നി പോലീസിനെ സമീപിച്ചത്. കാസർഗോഡ്, വെള്ളരിക്കുണ്ട്, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ യുവതികളെ എത്തിച്ച് ഇയാൾ ബലാത്സംഗം ചെയ്തതായും അന്വേഷണത്തിൽ വ്യക്തമായി. ഇതോടെ പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദീപുവിനെ പിടികൂടുകയായിരുന്നു. നിലവിൽ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.